അധ്യായം 3 പാർട്ട് 2 ഉരുകിയ സോഡിയം ക്ലോറൈഡ് വൈദ്യുത വിശ്ലേഷണം എങ്ങനെയാണ് നടത്തുന്നത്, അല്ലെങ്കിൽ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് അതിൻ്റെ വൈദ്യുത വിശ്ലേഷണം, ഇലക്ട്രോളിസിസ്. ഉരുകിയ സോഡിയം ക്ലോറൈഡിനെ എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അത് Na പോസിറ്റീവ് ചാർജുള്ള അയോണുകളും Cl എന്ന് പറയുന്ന നെഗറ്റീവ് ചാർജുള്ള അയോണുകളുമായി മാറുന്നു. നമുക്കറിയാം, വൈദ്യുത വിശ്ലേഷണം, ഇലക്ട്രോളിസിസ് എന്ന് കേട്ടാൽ ഓർത്തു വയ്ക്കേണ്ടത് Pa. പോസിറ്റീവ് ചാർജുള്ളത് ആനോഡിനായിരിക്കും എന്ന് ഓർക്കുക. ആനോഡിൽ എന്തായിരിക്കും സംഭവിക്കുക? ആനോഡിൻ്റെ ചാർജ് നമുക്കറിയാം പോസിറ്റീവാണെന്ന്. Pa. പോസിറ്റീവ് ചാർജിലേക്ക് എപ്പോഴും അട്രാക്റ്റ് ചെയ്യുന്നത്, ആകർഷിക്കുന്നത് നെഗറ്റീവ് ചാർജുള്ള അയോണുകളായിരിക്കും. ഇവിടെ Cl ആയിരിക്കും ആകർഷിക്കുക. Cl ഈ ആനോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആനോഡിനകത്ത് പോസിറ്റീവ് ആയതുകൊണ്ട് Cl എന്ത് ചെയ്യുന്നു? Clനകത്തുള്ള ഈ ഒരു നെഗറ്റീവ് ചാർജ് പോയിട്ട് ബാക്കി അത് Cl ആയി മാറുന്നു. ചാർജ് ഇല്ലാത്ത Cl ആയി മാറുന്നു. ഈ നെഗറ്റീവ് ചാർജ് എന്തുകൊണ്ട് ആനോഡിലേക്ക് പോകാൻ കാരണം? ആനോഡിന് പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട്. അപ്പം നമുക്ക് Cl ഉണ്ടായി. ക്ലോറിൻ അത് ഒരു ആറ്റമായിട്ട് അതിന് നിൽക്കുവാനായി സാധിക്കില്ല. അത് ഡയറ്റോമിക് മോളിക്യൂളാണ്. അതുകൊണ്ട് ഇതേപോലെയുള്ള രണ്ട് Clകൾ തമ്മിൽ കൂടിച്ചേർന്നു. ഒരു Cl, രണ്ട് Clകൾ തമ്മിൽ കൂടിച്ചേർന്ന് Cl2 എന്ന് പറയുന്ന വാതകമാവുകയും അത് ഉണ്ടാവുകയും ചെയ്യുന്നു. Cl2 എന്ന് പറയുന്ന ക്ലോറിൻ വാതകം ഉണ്ടായി ആനോഡിനകത്ത്. കാഥോഡിനകത്ത് എന്താ സംഭവിക്കുന്നത്? കാഥോഡിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജാണ്. അതുകൊണ്ട് നെഗറ്റീവ് ചാർജിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് സോഡിയം പ്ലസ് എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജുള്ള ഈ സോഡിയമാണ് നെഗറ്റീവിലേക്ക് വരിക. നെഗറ്റീവിൽ ഒട്ടേറെ ഇലക്ട്രോണുകൾ ഉണ്ടാവും. ഈ സോഡിയം അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് കാഥോഡിലുള്ള ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത്. 2+ ആയിരുന്നുവെങ്കിൽ ഇവിടെ 2 ഇലക്ട്രോണുകൾ ഉണ്ടാവുമായിരുന്നു. ഇവിടെ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചത് സോഡിയം എന്ന് പറയുന്ന ലോഹം ഉണ്ടാകുന്നു. കാഥോഡിനകത്തുണ്ടായ ലോഹം സോഡിയം, ആനോഡിനകത്തുണ്ടായത് ക്ലോറിൻ വാതകം. ഉരുകിയ സോഡിയം ക്ലോറൈഡ്, മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൻ്റെ ഇലക്ട്രോളിസിസ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി അടുത്തത് പറയാൻ പോകുന്നത് സോഡിയം ക്ലോറൈഡ് ലായനി, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ്റെ വൈദ്യുതി വിശ്ലേഷണമാണ്. നേരത്തെ ഓർത്തു വയ്ക്കുക, Pa പോസിറ്റീവ് ചാർജ് ഉള്ളത് ആനോഡിനായിരിക്കും. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലുള്ളത് Na+ അയോണുണ്ട്, Cl- ഉണ്ട്, H3O+ അയോണുകളുണ്ട്, OH- അയോണുകളുണ്ട്, H2O ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സോഡിയം ക്ലോറൈഡ് ലായനിയിൽ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഉണ്ടാവുക. ആനോഡിനകത്ത് എന്ത് സംഭവിക്കുന്നു? ആനോഡിൻ്റെ ചാർജ് നമുക്കറിയാം പോസിറ്റീവ് ചാർജാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആനോഡിലേക്ക് നെഗറ്റീവ് ചാർജുകളെല്ലാം വരുന്നു. ഇവിടെ ഏതൊക്കെയാണ് നെഗറ്റീവ് ചാർജുകൾ? Cl വരുന്നു, ഇനി OH- വരുന്നു, ഒപ്പം ഈ 2 നെഗറ്റീവ് ചാർജുകളാണ് ഇവിടേക്ക് വരുന്നത്. ഇവിടെ സംഭവിക്കുന്നത് Cl-ഉം OH-ലും റിയാക്ഷൻ, പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കൂടുതൽ കഴിവുള്ളത് Cl- ആയതുകൊണ്ട്, OH- അപേക്ഷിച്ച് ഇതിനാണ് കഴിവ് കൂടുതൽ ഉള്ളതുകൊണ്ട് എന്തു ചെയ്യുന്നു? 2 Cl-, ഞാൻ നേരത്തെ പറഞ്ഞു Clന് ഒറ്റയ്ക്ക് നിൽക്കുവാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് എപ്പോഴും 2 Cl-, ഇവിടെ 2 നെഗറ്റീവ് ചാർജുകളുണ്ട്. ഈ 2 നെഗറ്റീവ് ചാർജുകളെ അത് ഒഴിവാക്കിയിട്ട് Cl2 എന്ന് പറയുന്ന വാതകം ഉണ്ടാകുന്നു. ക്ലോറിൻ എന്ന് പറയുന്ന വാതകം ഈ ആനോഡിനകത്ത് ഉണ്ടാകുന്നു.
ഇനി കാഥോഡിൻ്റെ ചാർജ് നെഗറ്റീവ് ആണെന്ന് നമുക്കറിയാം. ഈ നെഗറ്റീവിലേക്ക് പോസിറ്റീവ് ചാർജുള്ള Na+ വരുന്നു, H3O+ തുടങ്ങിയവ അവിടെ വരുന്നു. H2Oയും കൂടിയും ഈ കാഥോഡിൻ്റെ ഭാഗത്തേക്ക് വരുന്നു. ഇവിടെ സംഭവിക്കുന്നത്, ഇതിനെല്ലാത്തിനെയും അപേക്ഷിച്ച് കാഥോഡുമായി പ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ കഴിവുള്ളത് H2O എന്ന് പറയുന്ന വാട്ടർ ആയതുകൊണ്ട് ഈ H2O അത് കാഥോഡിലുള്ള 2 ഇലക്ട്രോണുകളുമായി കൂടിച്ചേർന്ന് H2 എന്ന് പറയുന്ന ഹൈഡ്രജൻ വാതകം ഉണ്ടാവുകയും 2OH- എന്ന് പറയുന്ന നെഗറ്റീവ് അയണുകളും ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഹൈഡ്രജനാണ് കാഥോഡിൽ ഫോം ചെയ്യുകയും അത് സ്വതന്ത്രമാവുകയും ചെയ്യുന്നത്. അപ്പോൾ സോഡിയം ക്ലോറൈഡിൻ്റെ ഇലക്ട്രോളിസിസ് വൈദ്യുത വിശ്ലേഷണത്തിൽ ആനോഡിൽ ഫോം ചെയ്യുന്നത് ക്ലോറിനാണെന്നും കാഥോഡിൽ ഫോം ചെയ്യുന്നത് ഹൈഡ്രജൻ വാതകവുമാണെന്ന് ഓർത്തു വയ്ക്കുക. ഇതും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി അടുത്തത് വരുന്നത് വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ ഗുണങ്ങളാണ്. എന്തിനൊക്കെയാണ് വൈദ്യുത വിശ്ലേഷണം നമ്മൾ നടത്തുന്നത്? ഇലക്ട്രോളിസിസ് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു? ഒന്ന്, ലോഹങ്ങൾ ഉണ്ടാക്കാൻ, പൊട്ടാസ്യം, കാൽസ്യം, സോഡിയം തുടങ്ങിയ ലോഹങ്ങൾ ഉണ്ടാക്കാൻ. 2, അലോഹങ്ങൾ, ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ തുടങ്ങിയ അലോഹങ്ങൾ ഉണ്ടാക്കാൻ. 3, സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് തുടങ്ങിയ സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ. മറ്റൊരു കാര്യം, ലോഹങ്ങളെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി. അങ്ങനെ ശുദ്ധീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ലോഹങ്ങളാണ് കോപ്പർ, അതുപോലെ Au ഗോൾഡ് എന്ന് പറയുന്ന ലോഹം. ഈ 4 പോയിന്റുകളാണ് വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ അതിൻ്റെ ഗുണങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ്, എങ്ങനെയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് നമ്മൾ നടത്തുന്നത്? നമുക്കറിയാം, ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ലോഹത്തിൻ്റെ പുറത്ത് മറ്റൊരു ലോഹം നമ്മൾ വരുത്തുക. ആ ഒരു മെത്തേഡിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളൊരു ഇരുമ്പിൻ്റെ വളയെടുത്തു. ഇതൊരു ഇരുമ്പിൻ്റെ വളയാണെന്ന് കരുതുക. ഈ ഇരുമ്പിൻ്റെ വളയാണ് എടുത്തതെങ്കിൽ ഈ ഇരുമ്പിൻ്റെ മേത്ത് അല്ലെങ്കിൽ ഈ ഇരുമ്പിൻ്റെ ഇവിടെ പൂശേണ്ടത് നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടത് കോപ്പറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഇരുമ്പ് എന്ന് പറയുന്ന ലോഹത്തിൻ്റെ മേൽ കോപ്പർ ഇപ്പോൾ വരുത്താൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി കോപ്പറിൻ്റെ ഒരു ശുദ്ധമായ ഒരു ലോഹമാണ് ഈ ദണ്ട്. പ്യുവറായിട്ടുള്ള ഒരു കോപ്പറാണ് ഈ എടുത്തിരിക്കുന്നത്. ഇത് കോപ്പറാണെങ്കിൽ ഇതിലൊരു ലായനി, ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന ലായനി ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അത് കോപ്പർ സൾഫേറ്റ് ആയിരിക്കും എന്ന് ഓർത്തു വയ്ക്കുക. ഇത് കോപ്പർ ആയതുകൊണ്ടാണ് ഇവിടെ കോപ്പർ സൾഫേറ്റ് ലായനി ഈ പാത്രത്തിനകത്ത് ഒഴിച്ചിട്ടുള്ളത് ഇലക്ട്രോളിസിസായി. ഇനി കെമിക്കൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇത് പോസിറ്റീവാണ്. ഇത് പോസിറ്റീവാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, ഇത് പോസിറ്റീവാണെങ്കിൽ ഇത് ആനോഡ് ആയിരിക്കും. നമ്മുടെ ഫോർമുല PA ആണ്. ഇത് ആനോഡാണ്. ഇതാണ് നെഗറ്റീവ്. ഇതായിരിക്കും കാഥോഡ്. കാഥോഡിലായിരിക്കണം എപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള വള പോലുള്ള സാധനങ്ങളൊക്കെ വെക്കേണ്ടത്. ആനോഡിലായിരിക്കണം നമ്മളെപ്പോഴും ശുദ്ധമായ ലോഹങ്ങൾ വെക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിന് ആവശ്യമായ ഒരു കാര്യം ഇവിടെ പൂർത്തീകരിച്ചു. ഇനി എന്താണ് ഈ കാഥോഡിൽ നടക്കാൻ പോകുന്നത്? ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത്? വൈദ്യുതി കടത്തി വിട്ട് കഴിഞ്ഞാൽ CuSO4 എന്ന് പറയുന്നത് Cu2+ എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജുള്ള അയോണുകളാവും, SO4 നെഗറ്റീവ് ചാർജുള്ള അയോണുകളുമാവും. ഈ പോസിറ്റീവ് ചാർജ് എവിടേക്കായിരിക്കും അട്രാക്റ്റ് ചെയ്യുക? ഇത് നേരെ ഈ വളയുടെ ഭാഗത്തേക്കായിരിക്കും വരിക. കാരണം വളയ്ക്ക് ഇവിടെ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് പോസിറ്റീവ് ചാർജ് എപ്പോഴും ഇവിടേക്ക് വരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ നെഗറ്റീവ് ചാർജ് അല്ലേ? ഈ പോസിറ്റീവ് ചാർജ് അവിടെ നിന്നും 2 നെഗറ്റീവുകളെ സ്വീകരിക്കുന്നു. എന്തുകൊണ്ട് 2 നെഗറ്റീവുകളെ സ്വീകരിക്കുന്നു? ഇവിടെ 2 പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് 2 നെഗറ്റീവുകളെ സ്വീകരിക്കുന്നു. അങ്ങനെ അത് കോപ്പർ എന്ന് പറയുന്ന ലോഹമായി മാറുന്നു. ഈ ലോഹം ഈ വളയുടെ മേൽ അതൊരു ആവരണം പോലെ ഫോം ചെയ്ത് വരുന്നു. ഈ ഒരു പ്രവർത്തനമാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കേണ്ടത്, ഈ വള എന്ന് പറയുന്ന ഇത്
വെച്ചിട്ടുള്ളത് എപ്പോഴും നെഗറ്റീവിലായിരിക്കണം എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ശുദ്ധമായ ലോഹം, ഈ വളയുടെ മേൽ വരാനുള്ള ഈ ശുദ്ധമായ ലോഹം വെച്ചിട്ടുള്ളത് അത് പോസിറ്റീവിലാണെന്നും ഓർത്ത് വയ്ക്കുക. ഇവിടെ ഓർത്ത് വയ്ക്കേണ്ട ഒരു ഫോർമുല PA, പോസിറ്റീവായിരിക്കും എപ്പോഴും ആനോഡ്. ഇത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ ഭാഗത്ത് എന്ത് സംശയമുണ്ടെങ്കിലും വാട്സപ്പിൽ കൂടെയോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടിയോ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, താങ്ക് യു.